ക്രിസ് ദിവ്യ ദമ്പതികൾ പിരിഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ പാല് പിരിഞ്ഞു എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പം അറിഞ്ഞില്ലെന്ന് വേണ്ട, ദിവ്യയുടെ ആദ്യത്തെ കാമുകൻ ഞാൻ. നേരത്തെ പരിചയപ്പെടൽ ഉണ്ടായിരുന്നു? സത്യമായിട്ടില്ല, ഇല്ല, ആ സമയത്ത് ഞാൻ ആലിപ്പഴം ചെയ്യും. എനിക്ക് അറിയേയില്ല. അനീഷേട്ടൻ മറക്കരുത്. എനിക്ക് പ്രായം എത്രയെന്നായെന്ന് ചോദിച്ചിട്ട് മറക്കാനൊന്നും പാടില്ല അനീഷേട്ടാ. സത്യമല്ലേ അനീഷേട്ടാ? നമസ്കാരം, ചാറ്റ് വിത്ത് അനീഷ് രവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും കേട്ടിരിക്കാനും നമുക്കെല്ലാവരും സുഖമാണ്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ക്രിസ് ആൻഡ് ദിവ്യ വന്നിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ കേട്ടിരിക്കാം നമുക്ക്. നമസ്കാരം. നമസ്കാരം. ചാറ്റ് വിത്ത് അനീഷ് രവിയിലേക്ക് സ്വാഗതം. ഓൾവേസ് ഹാപ്പി. താങ്ക് യു. എന്താണ് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇത്രയും മാച്ച് ആയിട്ട് എവിടെ കണ്ടാലും ഒരേപോലെ ഡ്രസ്സ് ഇടുന്നത് എങ്ങനെയാണ്? അങ്ങനെയില്ല. പൊതുവെ ആദ്യം കുറെ പ്രാവശ്യമൊക്കെ ബൈ ചാൻസ് ഞാൻ റെഡി ആയിട്ട് ചെല്ലുമ്പോൾ അതേ കളറിൽ കുഞ്ഞുമോളും ഡ്രസ് ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞുമോളാണ് കളിക്കുന്നത്. ആ, കുഞ്ഞുമോള്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പം അത് പേർപ്പസ്ലി തന്നെ ചോദിച്ച്, ശരി ഇന്ന് ഈ കളറാണ്, ഓക്കെ, അങ്ങനെ കഴിവതും മാച്ച് ചെയ്യാൻ നോക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മനസ്സുകൊണ്ടുള്ളത് ശരി ഡ്രസ്സിലും ഉണ്ടായിക്കോട്ടെ. പുറത്ത് കാണുമ്പോഴേ നമുക്കൊരു സന്തോഷം കാണുമ്പോഴേ. ഇപ്പൊ എവിടെ പോയാലും ഏത് ഇന്റർവ്യൂസ് കണ്ടാലും ഷോസ് നമ്മൾ ചെയ്യുന്ന ഷോയിലൊക്കെ ആണെങ്കിൽ ശരി തന്നെ എപ്പോഴും നിങ്ങൾ മാറി നിങ്ങളായിട്ട് ഒരു ശൈലി, ഒരു സ്റ്റൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ആക്ച്വലി ഞങ്ങളായിട്ട് തന്നെ നിൽക്കാനുള്ള ശ്രമം വരുമ്പോഴാണ് വേറിട്ട ശൈലിയായി പോകുന്നത്. പൊതുവേ നമുക്ക് ഒരു സോഷ്യൽ നോം ഇങ്ങനെ ആവാവൂ ആണെന്ന് പറഞ്ഞാൽ മീശ പിരിച്ച് 10 അടി മുന്നേ നടക്കണം, പിന്നെ പുറകില് മറ്റേ ആ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി വേറെ ഗ്രൂപ്പിൽ പോയി ഗോസിപ്പ് ചെയ്യണം, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളായിട്ട് ഞങ്ങള് എങ്ങനെ ആയിരുന്നോ അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വേറിട്ട് ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് തോന്നുന്നു. കാരണം ഞങ്ങൾ സോഷ്യൽ നോംസ് അനുസരിച്ച് മറ്റേ യൂഷ്വലി ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ പബ്ലിക്കിലാണോ തോളത്ത് കൈയിടുന്നത്? എന്റെ ഭാര്യയുടെ തോളത്ത് കൈയിടാൻ ഞാൻ പിന്നെ അപ്പൊ അത് വ്യത്യസ്തതയൊന്നും അല്ല, ഞങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പൊ അതിന് നമ്മുടെ സൊസൈറ്റിയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരതിന് റിയാക്ട് ചെയ്യട്ടെ, കുഴപ്പമില്ല. ഈ താടിക്ക് എത്ര വയസ്സുണ്ട്? വലുതായിട്ടില്ല, 1.5 വർഷം മാക്സിമം. 1.5 വർഷമുള്ള? 1.5-2 വർഷം മാക്സിമം. ഞാൻ എത്ര നാളാണ് വളർത്തിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ? ഇത് രാമബാണം റിലീസ് ചെയ്യുന്നതിന് തൊട്ട് അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ കട്ട് ചെയ്ത് ഇത്രയും ചെറുതായതാണ്. അത് കഴിഞ്ഞാണ്, അതാണ് ഈ 1.5 വർഷം 2 വർഷം പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, നിങ്ങളുടെ കല്യാണ സമയത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് യൂട്യൂബേഴ്സും അല്ലാത്തവരും ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ക്രിസ് എന്നെ പ്രായത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാല് ഈ മനുഷ്യന് വലിയ പ്രായമൊന്നുമാണ് സത്യം. സത്യമല്ലേ അനീഷേട്ടാ? അല്ല, സീരിയസ്ലി. ഞങ്ങൾ ആലിപ്പഴം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആലിപ്പഴം സീരിയലിൽ, സജി സുരേന്ദ്രന്റെ സീരിയലിൽ, സൂര്യ ടി വിയിൽ വന്ന സീരിയല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഈ മനുഷ്യനാണ് ഇദ്ദേഹം എനിക്ക് പിന്നെ മനസ്സിലായെന്നുള്ളതാണ്. അല്ല, അത് ഓരോ ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയാം. ആദ്യം ഞാൻ 19 വയസ്സിൽ എൻ്റെ അങ്കിളിന് ഡിസൈനറായിട്ട് 2D ഡിസൈനിങ് പേപ്പറിലേക്കുള്ളതും നോട്ടീസും അതെല്ലാം ഫോട്ടോഷോപ്പിൽ ചെയ്തു തുടങ്ങിയ ആ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ ചെയ്തു തുടങ്ങിയ കാലം, ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ബക്കുവിന്റെ ട്രെയിനിങ്ങിൽ, കൽപ്പന തന്നെ അറിയാം. അപ്പോൾ ബക്കുവിന്റെ ട്രെയിനിങ്ങിൽ അങ്ങനെ കുറെ ചെയ്തു. അത് കഴിഞ്ഞ് 2004 റേഡിയോയിലേക്ക് പോയി കഴിഞ്ഞപ്പം അത് ടോട്ടലി വേറൊരു ഫേസ് ആയിരുന്നു. അപ്പോഴാണ് മുടി നീട്ടി വളർത്താൻ തുടങ്ങിയതും ലുക്ക് ചെറുതായിട്ട് മാറി തുടങ്ങിയത്. അത് 2018 വരെ ഞാൻ റേഡിയോയിലും പഠിത്തവും അവിടുത്തെ ദുബായിലെ ജീവിതം കഴിഞ്ഞ് 2018 തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഒരു താടിയുടെ ഫേസ് തുടങ്ങി. പിന്നെ താടി നരച്ചു തുടങ്ങി. അതിന്റെ 2018 തൊട്ട് 25 വരെയുള്ള ഈ കാലഘട്ടത്തിനകത്ത് ഫുൾ ചേഞ്ച് ആയി. ഇപ്പൊ ഞാൻ എന്റെ പഴയ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ വീട്ടിലാരെങ്കിലും കാണിച്ചാൽ പറയും, ഓ അനിയൻ എവിടെ ഉണ്ട് ഇപ്പൊ എന്ന് ചോദിക്കും. അല്ല, നമ്മളെ ഒരു സ്ഥലം കാണിച്ചപ്പോഴേ ഞാൻ ഈ മനുഷ്യൻ ക്രിസ്, ഞാൻ അന്തം വിട്ടു എന്നുള്ളതാണ്. ദിവ്യ പറയാറുണ്ട് താടിയെ പറ്റി. ഈ മനുഷ്യൻ ഏറ്റവും ഇഷ്ടം എന്താണ്? അങ്ങനെയാ, ഈ മനുഷ്യനിൽ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ സ്വഭാവമാണ്. താടീന്റെ കാര്യം ഞാൻ ഏട്ടനെ കാണുമ്പോഴേ ഈ താടിയിൽ തന്നെയല്ലേ ഞാൻ കണ്ടേ. അപ്പൊ ഞാൻ വെട്ടണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഇത് കുറച്ചൊന്ന് കളഞ്ഞിട്ട് പോലെ ആക്കിയാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോസ് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേറൊരു ഫേസ് ആണ് അത്. ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ ഫേസ് ആണ് ഏട്ടന് വരുന്നത്. ഷോക്ക്ഡ് ആയതെന്ന് പറഞ്ഞാല്, ഞാൻ ഈ പഴയ ആലിപ്പഴത്തിന്റെ ഒക്കെ ഫോട്ടോസ് കാണിച്ചു
ഇത് ഞാൻ കണ്ടല്ലേ. അതാ ആ എനിക്ക് realization വളരെ ഞാൻ different. പറയാ ഈ സീരിയൽ ഞാൻ കണ്ടതല്ലേ, എനിക്കറിയാലോ. വീഡിയോ ഫോട്ടോ എന്നെ കാണി അനീഷിന് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഷൂട്ടിനിടയിലാണ് എന്നോട് ആ ഫോട്ടോ കാണിക്കുന്നത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഞങ്ങള് എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ വന്നാലും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഇത് ഏതോ ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ദിവസങ്ങൾ കഴിഞ്ഞു പോയി നമ്മളെ ഷോയിലുണ്ടെന്ന് അമൃത പറയുന്നു, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു സെന്റ് മൊബൈൽ അടിച്ച് ഇയാൾ അറിയുമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ അത്ര വ്യത്യാസം. നമ്മൾ വേണമെങ്കിൽ ഈ ഫോട്ടോ ഈ വീഡിയോക്കിടയിൽ കാണിക്കും കേട്ടോ, ഉറപ്പായിട്ട് ഫോട്ടോ ഒന്ന് കാണിക്കണം. ആ ടൈമില് സജി അനിൽ നായർ അവരുടെ ആ കോമ്പിനേഷൻ, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, കിച്ചി പൂജപ്പുര, ജോസ് അന്ന് പ്രൊഡക്ഷനിൽ അന്ന് ആ ഇതിൽ തന്നെയുള്ളതാ. ജോസും ജോയും നമ്മുടെ ഉണ്ണിയും ഉണ്ടായിരുന്നു. അപ്പൊ ജോസ്, ജോയ്, ഉണ്ണി, സജി, അനിൽ നായർ, അതിനോടൊപ്പം തന്നെ നമ്മള് അതിന്റെ കൂടെ വി ട്രാക്സില് ബൈജു ദേവരാജും അവരുടെ ടീം. ശരിക്കും ഒരു കുടുംബമായിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു സന്തോഷം ആലിപ്പഴത്തിലുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമുക്ക് ഇപ്പൊ കൃഷ്ണകുമാരെ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ADs ആരെയാലും ലൈറ്റ് ബോയ്സ് വരെ, പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ബോയ് ഉണ്ടായിരുന്ന ആളെ മേഘത്തിൽ വർക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുന്നറിയിപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടു. അപ്പൊ യൂണിറ്റ് ഹെഡ് ആണ്, അന്ന് ലൈറ്റ് ബോയ് ആയിരുന്നു, യൂണിറ്റ് ഹെഡ് ആയി. അപ്പൊ ഞാൻ പ്രദീപിനോട് ചോദിച്ചു, പ്രദീപ് ഓർമ്മയുണ്ടോ എന്നെ? ഇപ്പൊ ഇല്ല സാർ. ഞാൻ പറഞ്ഞു സാറോ ചേട്ടാന്ന് വിളിച്ച എന്നെ. എന്നിട്ട് ഫോട്ടോ കാണിക്കുമ്പോഴാണ് ഈ ചേഞ്ച് ശരിക്കും പറഞ്ഞാല് എനിക്കറിയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ഫേസ് ഞാൻ എപ്പോഴും കാണുന്നില്ല. ഞാൻ കണ്ണാടിയിൽ മേ ബി കണ്ടാലേ ഉള്ളൂ. അല്ലാതെ ഉണ്ടെങ്കിൽ ഞാനിപ്പോഴും അതേ ആളാണ്. ബാക്കിയുള്ളവർ എന്നെ നോക്കി ഇങ്ങനെ കാണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് കഷണ്ടി അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്ത് തോന്നുന്നു? പുള്ളി എനിക്കും തോന്നാണ്, ഞാൻ എന്നെ കാണുന്നത് രാവിലെ മാത്രമാണ് കാണാറുള്ളത്. വൈകുന്നേരം വന്ന് കണ്ടാലായി. ഈ കാണുന്നവരുടെ പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ലത് അല്ലേ? നീ പറഞ്ഞാൽ ശരിയാണ്. നമ്മളെ കാണുന്നത് വളരെ ചുരുക്കമാണ്. നമ്മളെ കാണുന്നതും നമ്മുടെ പേര് ഉപയോഗിക്കുന്നതൊക്കെ മറ്റുള്ളവരാണ് എപ്പോഴും, അല്ലേ? ദിവ്യ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, താടിയിലായിരുന്നു പറഞ്ഞത്. നിങ്ങൾ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഇഷ്ടമെന്നല്ല നിഷേട്ടാ, ഇഷ്ടപ്പെട്ടിട്ടല്ല. ഞാൻ പറഞ്ഞ ലൈഫിൽ വന്ന ഒരു സംഭവങ്ങളിൽ അയ്യോ എനിക്ക് പറയാൻ പറ്റും സംഭവങ്ങളിൽ ഞാൻ പറയുമ്പോ തെറ്റും, അതാണ്. ഞാൻ പിന്നെ കണ്ണൂരായിപ്പോ കുറച്ചുകൂടി അപ്പൊ അതിന്റെ ഇടയിൽ വന്ന ഒരു അതിലുണ്ട്. പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ സംസാരിക്കേണ്ടി വരും, അതാണ് പ്രശ്നം. നമുക്കതൊക്കെ ഇഷ്ടം. നമ്മളിങ്ങനെ ഈ പറഞ്ഞ എല്ലാരും അവരവരായി സംസാരിക്കുക, അല്ലേ? നമ്മളിപ്പോ പണ്ടൊക്കെ സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എല്ലാരും വള്ളം എന്താ പോയിട്ട് വന്നില്ല കേട്ടോ, ഒരു കാര്യമില്ല, വിളയുള്ള പെണ്ണുങ്ങൾക്ക് കഥ പറയും, എന്താ ഉണ്ണിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരെ സംസാരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ മീൻസ് ഈ ഒരു പ്രായമുള്ള ഒരാള് ആയാലും കുഴപ്പമില്ല, ഒരു ജീവിതം ഒന്ന് ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്തോ ജോസേട്ടനാണ് എന്നെ പത്തനംതിട്ടയിലേക്ക് വിളിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പകരം വിളിച്ചതാ. അപ്പൊ ആ സമയത്താണ് ഞാൻ ഏട്ടനെ കാണുന്നത്. പക്ഷെ എനിക്ക് അറിയില്ല ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. 3 ദിവസം ആകെ ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ എന്തോ എൻ്റെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം ചിലപ്പോ പത്തനംതിട്ടയിലൂടെ എനിക്ക് തന്നു. ഇഷ്ടം എന്നുള്ളതിനേക്കാളും ആ സമയത്ത് കുഞ്ഞുമോക്ക് കയ്യിലൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു പ്രാക്ടീഷണറാണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. വേദന മാറ്റി കൊടുത്തു. അപ്പൊ അതെങ്ങനെയാ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മനസ്സിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരി പറയുന്നത് എന്ത് കള്ളമാണ് എന്ത് ശരിയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാം. കാരണം പൊതുവെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർ കുറെ കള്ളം പറയും, കുറെ ശരി പറയും. അപ്പൊ അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമാണെന്ന് അറിയാം. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയായിട്ടുള്ള സംസാരത്തിനിടയിൽ ഇവര് തമ്മിൽ ചാറ്റ് എങ്ങാണ്ട് ചെയ്തതിൽ ഒരു കോളിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്കിങ്ങനെ തീർത്ഥയാത്രയൊക്കെ പോകണം. ഞാൻ വരാം, ഡ്രൈവറായിട്ട് എനിക്ക് വരാൻ വിരോധമൊന്നുമില്ല. അപ്പൊ ഡ്രൈവറായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞങ്ങൾ 3 പേരുടെ ഇടയിൽ സംസാരിച്ചതിൽ കുഞ്ഞുമോള് അനിയത്തിയോട് പറഞ്ഞു, ആ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, അത് എന്റെ ഏട്ടനാണ്, വേണേ ഭാര്യ അയക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. ഞാൻ ചേട്ടനാണ്. ഏട്ടനെ വിളിക്കാൻ അനിയത്തിന്റെ സ്ഥാനത്ത് ഞാനുണ്ട്, വേണമെങ്കിൽ ഭാര്യന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളുണ്ട്, അതൊക്കെയാണ്, പക്ഷെ ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല. ഞാൻ എന്താ ലൈഫ് ഇങ്ങനെ പോയി, നല്ലൊരു പ്രായം കംപ്ലീറ്റ് പോയി. അപ്പൊ ഞാൻ വെച്ചാൽ മക്കളെ എങ്ങനെ ഒന്ന് നമുക്ക് സേഫ് ആക്കിയിട്ട്
എനിക്ക് 2 മക്കളാ. എന്ത് ചെയ്യുന്നു അവരൊക്കെ? മോളിപ്പോ ഏവിയേഷൻ ഏട്ടനാണ് ഇപ്പൊ ചേർത്തത്. 1 കൊല്ലം വെറുതെ പോയി, ഇപ്പൊ ഏവിയേഷൻ പഠിക്കുന്നുണ്ട് മോള്. മോക്ക് എത്ര വയസ്സായപ്പോ? മോക്കിപ്പോ 19 ആവുന്നു. രണ്ടാമത്തെ ആള് മോളുടെ പേരെന്താ? മായാദേവി. രണ്ടാമത്തെ മോൻ ദേവാനന്ദ് 4 പഠിക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അവരൊന്ന് എനിക്ക് സേഫ് ആക്കണം. കാരണം ഞാൻ എവിടെയും എത്തിപ്പെട്ടില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്നോട് മൊത്തം ആൾക്കാരും ചോദിച്ചത് നീ എന്ത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ചോദിക്കുള്ളൂ, എങ്ങനെ ജീവിച്ചു എന്ന് ഒരാൾ പോലും ചോദിക്കുന്നില്ല. അപ്പൊ ശരിയാണ്, എനിക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ വീട്ടിലെല്ലാവരാണെങ്കിലും ഓരോരോ ഇതിൽ രക്ഷപ്പെട്ടു പോന്ന്, ഞാൻ മൊത്തം. പക്ഷെ മക്കളെ സേഫ് ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വേറെ മീൻസ് അറിയാലോ, പല രീതിയിലും പോയിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ടില്ലേ. പക്ഷെ എനിക്ക് മക്കളെ വിട്ട് ആ അന്നം എനിക്ക് തിന്നാൻ വേണ്ടി പറ്റൂല, ഞാൻ വേറെ രീതിയിൽ പോയിട്ട് അത് കൊണ്ടുവന്നാൽ. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. മക്കളെ എനിക്ക് സേഫ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരെ ഇപ്പോഴും ഞാൻ ആയിട്ടിനോട് ആ തീർത്ഥാടന കഥ ഇപ്പോഴും പറയും, പോണം ഏട്ടാ, മക്കളൊന്ന് സേഫ് ആയിട്ട് നമുക്കൊരു യാത്ര. കഴിവതും പല ക്ഷേത്രങ്ങളിൽ ഇപ്പൊ പോകുന്ന പറഞ്ഞാൽ ഞാൻ പ്രഭാഷണത്തിന് മുമ്പ് കൂടെ കൊണ്ടുപോകും. എനിക്ക് പോണം, എനിക്ക് അതന്നെയാണ് ആഗ്രഹം. ഇപ്പോഴും ഞാൻ പറയും, എനിക്ക് അതന്നെയാണ് ആഗ്രഹം, മക്കളും സേഫ് ആയി. നേരത്തെ പറഞ്ഞു പ്രായത്തിന് മുതിർന്ന ഒരാൾ കൂടുതലുള്ള അതിനുവേണ്ടി പ്രായവ്യത്യാസം ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആയാലും ജീവിതം സേഫ് ആയാൽ ഒരാളായാലും വേറെ രസം, ഈ മനുഷ്യൻ താടി എടുത്ത് ഡൈൻ അതെന്താ ഇപ്പൊ എന്താ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പൊ എന്താ എന്റെ അടുത്ത് ചോദിക്കാറിയാ, നീ പ്രായമായിട്ട് വയ്യാത്ത കിടപ്പിലായ ഒരാളിൽ ആഗ്രഹിച്ചേ, ഞാൻ അതുപോലെ ആയാൽ മതിയോ? ഇടയ്ക്കുള്ളൊരു ചോദ്യം. ഞാൻ അങ്ങനെയല്ല, സേഫ് ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ കുറച്ചൊരു സാമ്പത്തികം 2 ദിവസം 3 ദിവസത്തില് 2-3 പ്രാവശ്യം വന്നപ്പോ എനിക്കത് കറക്റ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യാം. ദിവ്യക്ക് എത്ര മക്കളാണെന്നുള്ള ചോദ്യം തെറ്റാ. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും മോളും സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞപ്പം എക്സാക്ട്ലി എന്റെ സ്വഭാവം. അയ്യോ, അത് പറയാനില്ല ചേട്ടാ, അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അയ്യോ, സത്യമായിട്ടില്ല. ഇല്ല, ആ സമയത്ത് ഞാൻ ആലിപ്പഴം ചെയ്യും. എനിക്ക് അറിയില്ല സത്യമായിട്ട് മോനെ ഏട്ടന്റെ സ്വഭാവം ഇതെങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല. മോള് പക്ക എല്ലാം ഉണ്ട്. ആ ഇടയ്ക്കില്ല ഒരു ദേഷ്യം വരുന്നതും ആ ഒരു സംസാരം, ഇതൊക്കെ രണ്ടാക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് ഈ സ്വഭാവം വന്നേന്ന്? എന്റെ മക്കൾ തന്നെ. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ അപ്പാന്റെ മക്കള്. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനില് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ചെയ്ത നല്ല കാര്യം എന്റെ മക്കളെ സേഫാക്കി. ഞാനിങ്ങനെ ചെവി പിടിക്കാൻ വിചാരിച്ചു, എന്റെ മക്കൾ അതിപ്പോ അല്ല, അതിന് മുന്നേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് സേഫാക്കി, എനിക്ക് അല്ലെ അത് ഞാൻ കൊണ്ടുവന്നു, അത് ഞാൻ പ്രൗഡ് അല്ലേ. ശരിക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നവദുർഗാ സങ്കല്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൾച്ചറിൽ നവരാത്രി ആഘോഷിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ശൈലപുത്രി, ഒരു കൊച്ചു കുഞ്ഞായിട്ട് മലയുടെ മകൾ, പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മചാരിണി, പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് ചന്ദ്രഘണ്ഠ, ശിവന്റെ ചന്ദ്രനെ താലിയായി കെട്ടി കല്യാണം കഴിച്ചത്, കൂഷ്മാണ്ഡ ഗർഭിണിയായത്, സ്കന്ദമാത ഒരു കുഞ്ഞിന് ജന്മം നൽകി, കുട്ടികൾക്ക് വേണ്ടി കാത്യായനി യുദ്ധം ചെയ്ത് അവരുടെ പേടി മാറ്റാൻ കാളരാത്രിയായി, അതിനുശേഷം സ്പിരിച്വാലിറ്റിയിലൂടെ മഹാഗൗരിയായി, എല്ലാവർക്കും ഒരു പാഠമായ സിദ്ധിദാത്രി. ഇതൊരു സ്ത്രീയുടെ ജീവിതമാണ് ഈ നവരാത്രി എന്ന് പറഞ്ഞ 9 ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. കുഞ്ഞുമോള് ഇത്രയും ഡിഫിക്കൽട്ട്, ഇപ്പോൾ ആൾക്കാർ ബുദ്ധിയില്ല, പൊട്ടത്തി, അത് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് പറയും എനിക്ക് കണ്ണൂർ മാത്രമേ അറിയാവൂ, അതായത് കണ്ണൂർ ഭാഷ മാത്രമേ അറിയാവൂ, വേറൊന്നും അറിയില്ല. പക്ഷെ നന്നായിട്ട് എഴുതും, നന്നായിട്ട് സംസാരിക്കും, കവിതകൾ എഴുതും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. എല്ലാ ഇതിലും മക്കളുടെ കാര്യം ആദ്യം ആലോചിച്ചു, സ്വന്തം കാര്യം ആലോചിക്കാതെ. അതായത് സെറ്റിൽ നമ്മൾ രാത്രി ഡിന്നർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും അത്രയും നേരം വർക്ക് ചെയ്തിട്ട് ക്ഷീണിച്ച് ഞാൻ കഴിക്കണം എന്ന് ആലോചിക്കുമ്പോൾ ആ 2 പാക്കറ്റ് ആണെങ്കിലും 1 പാക്കറ്റ് ആണെങ്കിലും അത് മക്കൾ കൊടുത്തിട്ട് പട്ടിണി കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ അതും ഈ അഭിനയിക്കുന്നതിൽ കുറവ് വയ്ക്കാൻ പാടില്ല. മക്കളൊക്കെ ഉണ്ട്, അവർ വീട്ടിൽ ഇരിയാണ്, പോയി തലയും കൈയും കാലൊക്കെ ഇടിച്ചിട്ട് വരും, വില്ലത്തി വേഷമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഡെഡിക്കേഷൻ ടുവേർഡ്സ് വർക്ക്, ഡെഡിക്കേഷൻ ടുവേർഡ്സ് ചിൽഡ്രൻ. ഇപ്പം എൻ്റെ നേർക്കാണെങ്കിൽ പോലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു നല്ല മനസ്സ്, ഐ ഡോണ്ട് തിങ്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റില്ല. ഇതിന് മുന്നേ കല്യാണത്തിന് തൊട്ട് ഞങ്ങളിപ്പോൾ 1 വർഷം ആവാറായി. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി 30th ഒക്ടോബർ 30. അപ്പോൾ ഈ 1 വർഷത്തിനകം പല ആൾക്കാരും ഞങ്ങൾ പിരിഞ്ഞു, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് ചെയ്തു. മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒരു ദിവസം രാവിലെ ക്രിസ് ദിവ്യ ദമ്പതികൾ പിരിഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പാല് പിരിഞ്ഞു എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മറ്റേ ആലപ്പുഴ സൈഡിൽ കയറ് പിരിഞ്ഞു എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അകത്ത് അതായിരിക്കും, പുറത്ത് ഈ ക്രിസ്തു ദിവ്യ പിരിഞ്ഞു.
എന്തേറ്റി? അയ്യോ ഒന്നുമില്ല. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു. അല്ല, പക്ഷെ വേറെ രസം, നമുക്ക് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെപ്പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചെയ്യണം. അതെ തീർച്ചയായിട്ടും. അല്ല, അതിങ്ങനെ ഓപ്പൺ ഹാർട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ എനിക്ക് നിങ്ങൾക്ക് ആഹാരം വെച്ച് തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട്. ആഹാരം കുക്ക് ചെയ്യേണ്ട, സ്വിഗ്ഗി മതി എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്ക് ഏട്ടന് കുക്ക് ചെയ്ത് തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും. അത്രയ്ക്കും നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ എങ്ങനെ പറയാണ്ടിരിക്കും? തീർച്ചയായിട്ടും. അതും ഇപ്പോൾ ഞാൻ കുറച്ച് ഓവർ വർക്ക്ഡ് ആണ്. കാരണം എനിക്കിപ്പോൾ പ്രഭാഷണങ്ങളുണ്ട്, അതല്ലാതെ ബുക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, വക്കീൽ പണി നടക്കുന്നുണ്ട്, പേഷ്യൻസിനെ നോക്കണം, ക്ലാസ്സസ് എടുക്കണം, ഇപ്പോൾ സെമിനാർസ് അറ്റൻഡ് ചെയ്യണം, സെമിനാറിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ സീരിയൽ വരും, സിനിമ വരും. ഇതെല്ലാത്തിൻ്റെ ഇടയിൽ മക്കളുടെ കാര്യം അവരെ പുറത്ത് കൊണ്ടുപോകണം, ഞങ്ങൾ ട്രാവലുണ്ട്. ഇതെല്ലാം ആവുന്നതിനിടയിൽ ആക്ച്വലി ഓവർ വർക്ക്ഡ് ആണ്. ഞാൻ ഓവർ വർക്ക്ഡ് ആവുന്നു എന്ന് പറഞ്ഞ് കൺസേൺഡ് ആവാൻ എനിക്കൊരാളുണ്ടെന്നുള്ളൊരു ധൈര്യമാണ് എനിക്കിപ്പോൾ. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് മുമ്പ് ഇപ്പൊ ദിവ്യയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു. ക്രിസ് വിവാഹിതനായിരുന്നു നേരത്തെ. എന്നിട്ട് അതിൽ കുട്ടികള് ഇല്ല. എത്ര നാളുണ്ടായിരുന്നു ആ റിലേഷൻ? ഓൾമോസ്റ്റ് അബൌട്ട് 12-13 വർഷം. അത് ഡിവോഴ്സായി. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അല്ലേ, വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീടാണ് ഡിവോഴ്സ് കഴിഞ്ഞ് ഒരു ടോട്ടൽ ലോൺ ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയും അമ്മയൊക്കെ വിചാരിച്ചു ഞാൻ കൈവിട്ട് പോയി. അതിനുശേഷമാണോ താടിയൊക്കെ? അല്ല, അതിന് മുന്നേ താടിയുണ്ട്. അത് താടിയിട്ട് ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, പ്രീവിയസ് വൈഫ് ഞാൻ ഷേവ് ചെയ്ത് മറ്റേ ബട്ടർഫ്ലൈ മീശയൊക്കെ വെച്ചുകൊണ്ട് നടന്ന ബുൾഗൻ താടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഷേവ് ചെയ്ത് ഇറങ്ങിയപ്പോൾ, ഇന്ന് ആരെ കാണിക്കാനാണാവോ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ, ആഹാ എന്താ ഞാൻ ഇന്ന് ഷേവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ താടി വളർത്തി. ഒരു മാസം കഴിഞ്ഞ് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ, ഗംഭീര താടി, ഇന്നെടുക്കണം. എടുക്കൂല, ഇനി എടുക്കുന്നില്ല. അങ്ങനെ വന്നതാണ് ഈ താടി. അല്ലാതെ ഞാൻ ഈ താടിയായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയല്ല. ദിവ്യയുടെ നമ്മള് ഇപ്പൊ ഷോ നമുക്കറിയാം, സെലിബ്രിറ്റി കിച്ചൺ മാജിക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്, കൈരളിയിൽ വരുന്ന ഷോയാണ്. അപ്പോൾ ആ ഷോയുടെ പ്രത്യേകിച്ച് സാധാരണ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്, ഈ പറഞ്ഞ പോലെ ഒരുപാട് മേഖലകളിൽ തൻ്റെതായ പ്രാവീണ്യം നേടിയ ആളാണ് മിസ്റ്റർ ക്രിസ്. അപ്പോൾ അദ്ദേഹം പാചകം ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വാചകം നന്നായി സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പാചകം, ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില വിഭവങ്ങൾ, അത് ആക്ച്വലി ഞങ്ങൾ വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയാറുണ്ട്, 2 പ്രാവശ്യം പറഞ്ഞ ദേഷ്യം വന്നു തോന്നല്ലേ, ഞാൻ കളിയാക്കാണ്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞ കേട്ടോ, ഞങ്ങളത് ഭയങ്കര പ്രൗഡായിട്ടാണ് ഞങ്ങളുടെ ഷോയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ഒരാളാ എന്ന നിലയിലാണ് ഞങ്ങൾ അതിനെ കണ്ടത്. അപ്പോൾ പറയാൻ കാരണം, ഓരോന്നും ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ദിവ്യയും അതുപോലെ. ഇപ്പോൾ ഒരു ദിവസം ദിവ്യ പാചകം ചെയ്തു. അപ്പോൾ ദിവ്യയുടെ കൈപ്പുണ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിടയിൽ നമുക്ക് പാചകം ആരും വീട്ടില് എല്ലാം അറിയാം, നന്നായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ആ 3 ദിവസമെങ്കിലും ഞാൻ ചെയ്യാം. ബാക്കി എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടിയിട്ടായാലും എനിക്ക് വേണ്ടിയിട്ടായാലും ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു മടിയും കൂടാതെ രാത്രി എത്ര ക്ഷീണിച്ച് വന്നാലും, ഇല്ല ചോറ് വെക്കണം, ഇല്ല കറി വെക്കണം എന്ന് പറഞ്ഞ് കുക്ക് ചെയ്യാൻ റെഡിയാവുന്ന ഒരാൾക്ക് ആ 3 ദിവസം ശരി നീ ചുമ്മാ പാട്ടൊക്കെ പാടിയിരുന്നു എന്ന് പറയാനുള്ള ഒരു സന്തോഷമെങ്കിലും. പക്ഷെ വേറെ എന്തെങ്കിലും ഗെയിമൊക്കെ കൊടുത്താലും ദിവ്യ പൊളിച്ചല്ലേ, ഒറ്റ പോക്ക. അത് കണ്ണൂരിന്റെ കഴിവാണോ? കണ്ണൂരിന്റെ ഞാന് പണ്ടിങ്ങനെ ഈ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടാവല്ലോ, എല്ലാത്തിലും കയറി അങ്ങ് പോകും. അപ്പൊ ഞാൻ സമ്മാനമൊക്കെ വാരിയിട്ട് വരും. നമ്മളെ ആദ്യം പരിചയപ്പെടുന്നത് അനീഷേട്ടൻ മറക്കരുത്. എനിക്ക് പ്രായം എത്രയെന്നായെന്ന് വെച്ചിട്ട് മറക്കാനൊന്നും പാടില്ല അനീഷേട്ടാ. അങ്ങനെ പറയുമ്പോ ആൾക്കാർ എന്തൊക്കെ ഞാനൊരു 18-19 വയസ്സിലാണ് അനീഷേട്ടന്റെ കൂടെ കിങ്ങിണി കൊലുസു എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ചെയ്യുന്നത്, കാഞ്ഞങ്ങാട് വെച്ച്. ദിവ്യയുടെ ആദ്യത്തെ കാമുകൻ ഞാൻ. പക്ഷെ അനീഷേട്ടൻ എന്നെ മറന്നു. പക്ഷെ ഞാൻ അനീഷേട്ടൻ ഒരിക്കലും മറക്കൂല അനീഷേട്ടാ. പക്ഷെ അന്ന് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും നിങ്ങൾ മരിച്ചുപോയി. അല്ല, ഷോർട്ട് ഫിലിം ഞങ്ങള് ഒരുമിച്ച് അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ് കണ്ണൂർ വെച്ച് ചെയ്തത് അല്ലേ? ദിവ്യയുടെ വീടിനടുത്തായിരുന്നു അല്ലേ? കാസർഗോഡ് കാഞ്ഞങ്ങാട്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വൈറ്റ് സാരിയൊക്കെ എടുത്തിട്ട്. പക്ഷെ സംഭവം അറിയാം, മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിധവേന്റെ വേഷം കെട്ടി ഇങ്ങനെ ഇരിക്കുക സങ്കടത്തില്.
വാതിൽ കൊട്ടുന്നു, ഞാൻ വാതിൽ തുറക്കുന്നു, അനീഷേട്ടൻ. ഓ, അതൊരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പറയില്ല. അന്നൊരു സീൻ ഉണ്ടായിരുന്നു, പക്ഷെ പറയില്ല. അല്ലെ അങ്ങനെ പറയാലോ. അനീഷേട്ടൻ മാറുന്നു. എനിക്ക് ഓർമ്മയില്ല. ഞങ്ങള് അല്ല, കുഞ്ഞുമോൾക്ക് ഏറ്റവും ഇപ്പൊ ആരണ്യം എന്ന് പറഞ്ഞൊരു സിനിമ, അപ്പൊ അതില് ഹഗ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അത് ഞാൻ കണ്ട് ഞാൻ എന്തെങ്കിലും പറയോ എന്നുള്ള ടെൻഷൻ, അതാണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ടപ്പോ ഹഗ് ചെയ്തു എന്നുള്ള ആ ഒരു മൊമെന്റ്. കരഞ്ഞു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അനീഷേട്ടൻ അതൊക്കെ മാറുന്നു, ഭയങ്കര കഷ്ടമല്ലേ. അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളൊക്കെ വരാറുണ്ട്. അതായത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നേ ഞാൻ നാട്ടുകാരെല്ലാം കൂടെ എന്നെ തലയെ കൈവച്ചേനെ. അല്ല, അങ്ങനെയല്ല. എനിക്ക് ആൾക്കാരുടെ ഒരു വ്യക്തിഗതമായ ഒരു പ്രൈവസി, അതായത് കുഞ്ഞുമോക്ക് കുഞ്ഞുമോളുടെ ഫോൺ യൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ പേഴ്സണൽ ഫ്രണ്ട്സിനെ അവർ മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സിൽ എൻ്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ സംസാരിക്കാൻ, എന്നെക്കുറിച്ച് ചീത്ത പറയാനാണെങ്കിലും ഉള്ള ഫ്രീഡം ഉണ്ടാവണം. പാസ്വേഡ് അറിയാം ഫോണിന്റെ? ഇല്ല, ഞാനത് ചോദിക്കാറുണ്ട്. അപ്പൊ ചെയ്തു തരും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം അത് തന്നെ എന്ന് പറയും. കാരണം 2 ഫോണിൽ ഞാൻ അങ്ങനെ നോക്കാറില്ല. അപ്പൊ ആ ഒരു പ്രൈവസി ഞാൻ അധികം പറഞ്ഞു കൊടുക്കലുണ്ട്. കയ്യായിരുന്നു ഞാനില്ലേ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അപ്പൊ മാറ്റുന്നൊക്കെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. ഏട്ടന്റെ മുന്നേ ലോക്ക് തുറക്കും. പിന്നെ പിള്ളേഴ്സ് എടുക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പാസ്വേഡ് എനിക്ക് പറഞ്ഞു തരും, ഞാൻ ചിലപ്പോൾ നോക്കാറുണ്ട്, പക്ഷെ ഞാനത് മറന്നു പോകും. ഏട്ടന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേണം നമ്മുടെ ചിലപ്പോൾ അവർക്ക് ഓർമ്മ ആണ് കേട്ടോ. അത് കാണും. സത്യം ഇതുവരെ പോണോർന്ന ഇതുവരെ തുറന്നിട്ടില്ല. അപ്പൊ ആ ഒരാൾക്കുള്ള അവരുടെ ഒരു പേഴ്സണൽ ലിമിറ്റ്സ്. മൈ പ്രൈവസി എൻഡ്സ് വേർ മൈ നോസ് എൻഡ്സ്. എൻ്റെ മൂക്കിൻ്റെ അറ്റത്താണ് എൻ്റെ പ്രൈവസി കഴിയുന്നത്. അത് കഴിഞ്ഞ് വേറൊരാളുടെ ലൈഫാണ്. അത് ഞങ്ങൾ എത്ര ക്ലോസ് ആണെങ്കിലും ആ ഒരു പേഴ്സണൽ സ്പേസ് ഞാൻ റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നത് എപ്പോഴും മറ്റുള്ള ആളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? പക്ഷെ ഒരു കാര്യം അനീഷേട്ടാ, ഞാൻ ഒരു കാര്യം പോലും മറച്ചു പിടിക്കയില്ല. അത് ചോദിച്ചു നോക്കിയേ, എല്ലാം തുറന്നങ്ങ് പറയും. അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാല് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും പറയല്ലേ. അല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആണോ എന്നുള്ള ആ റിയലൈസേഷൻ അപ്പോഴേ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പോയി ചാടും.